ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചതാണ്, ഒരുപാട് ഗുണമേന്മയുള്ള ഒരു പച്ചക്കറിയാണ് പാവയ്ക്ക. എന്നാൽ മനുഷ്യന്റെ നാവിന് ഇഷ്ടപ്പെടാത്ത, മേജർ പേഴ്സൻറ്റേജ് നോക്കുവാണെങ്കിൽ ഇഷ്ടപ്പെടാത്ത രുചി കൂടിയാണ് പാവയ്ക്ക. കുട്ടികൾക്ക് ഒട്ടും ഇഷ്ടമല്ല. അതെ. അപ്പം ശരിക്കും നമ്മുടെ ആരോഗ്യത്തിന് പാവയ്ക്ക എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് പാവയ്ക്ക. കാരണം അത് എനിക്ക് ഇതുകൊണ്ടല്ല, പണ്ട് തൊട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് പാവയ്ക്ക. ബിറ്റർ മേക്സ് യുവർ ഗട്ട് ബെറ്റർ എന്നാണ്. അതായത് നമ്മളുടെ വയറിന് പാവയ്ക്ക ചെല്ലുമ്പോൾ നമ്മുടെ ദഹനരസം എത്രയും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരുന്നതാണ് പറയുന്നത്. അത്രയും പവർഫുള്ളാണ് പാവയ്ക്കയുടെ നീര്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഗട്ട് ഹെൽത്തിന് ഹെൽത്തി ആണെന്നുള്ളത് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. എല്ലാവരും പാവയ്ക്ക ജ്യൂസ് എന്ന് പറയുന്നത് ഡയബറ്റീസിന്. കാരണം മധുരം എന്ന് പറയുന്നതാണ് ഡയബറ്റീസ്. കയ്പ് കൊടുത്താൽ മധുരം കുറയും എന്നുള്ള ആ ഒരു ചിന്താഗതിയിലാണ് എല്ലാവരും പാവയ്ക്ക കണ്ടേക്കുന്നത്. രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് ഡയബറ്റീസിന് വളരെ നല്ലതാണ്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് അയൺ കൂടാനായിട്ട് ഏറ്റവും കൂടുതൽ അയൺ കണ്ടന്റ് ഉള്ളൊരു സാധനമാണ്. മൂന്നാമത്തെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുന്നത് പാവയ്ക്ക പച്ചടിയാണ്. അതായത് പാവയ്ക്ക നന്നായിട്ട് അരിഞ്ഞ് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണയിലൊന്ന് കടുവറുത്ത് നമ്മളൊന്ന് ഇത് ചെയ്തിട്ട് നല്ല തൈര് ചേർത്ത് ചുമ്മാ ആ വറുത്ത പാവയ്ക്ക അതിനകത്തിട്ട് കഴിച്ചാൽ തന്നെ നല്ല ടേസ്റ്റുള്ളൊരു പച്ചടിയാണ്. അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വയറിന് പാവയ്ക്കയും നല്ലതാണ്, തൈര് ഒരു പ്രോബയോട്ടിക്കുമാണ്.